അംബാവിലാസ് കൊട്ടാരം എന്നും അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരം ഒരു ചരിത്ര കൊട്ടാരവും രാജകീയ വസതിയുമാണ്. ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇത് വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു. മൈസൂരിൻ്റെ മധ്യഭാഗത്തായി കിഴക്കോട്ട് ചാമുണ്ഡി കുന്നുകൾക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണിത്. മൈസൂരിനെ കൊട്ടാരങ്ങളുടെ നഗരമെന്ന് സാധാരണയായി വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൽ 7 കൊട്ടാരങ്ങളുണ്ട്. എന്നിരുന്നാലും മൈസൂർ കൊട്ടാരം പ്രത്യേകമായി പുതിയ കോട്ടയ്ക്കുള്ളിലെ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. കൊട്ടാരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആദ്യം മൈസൂരു എന്നറിയപ്പെട്ടിരുന്നു. പഴയ കോട്ടയ്ക്കുള്ളിലെ ആദ്യത്തെ കൊട്ടാരം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അത് പലതവണ കത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. പഴയ കോട്ട മരം കൊണ്ടാണ് നിർമ്മിച്ചത്. അതിനാൽ എളുപ്പത്തിൽ തീ പിടിക്കപ്പെട്ടു. അതേസമയം നിലവിലെ കോട്ട കല്ല്, ഇഷ്ടിക, മരം എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചത്. 1897-നും 1912-നും ഇടയിൽ പഴയ കൊട്ടാരം കത്തി നശിച്ചതിന് ശേഷം നിലവിലെ ഘടന പുതിയ കോട്ട എന്നറിയപ്പെടുന്നു. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ കൊട്ടാരം. 2014 കണക്കനുസരിച്ച് 3 ദശലക്ഷത്തിലധികം വാർഷിക സന്ദർശകർ ഇവിടെ എത്തുന്നു. 1896 ചാമരാജ വോഡയാറിൻ്റെ മൂത്ത മകളായ ജയലക്ഷ്മണിയുടെ വിവാഹത്തിനിടയിൽ ഇപ്പോൾ പഴയ കൊട്ടാരം അല്ലെങ്കിൽ മരക്കൊമ്പടി എന്നറിയപ്പെടുന്ന അവസാന കൊട്ടാരം കത്തി നശിച്ചു. മഹാരാജ കൃഷ്ണരാജ വോഡയാർ 4-മനും അമ്മ മഹാറാണി കൊമ്പനാജ്ഞ മണ്ണി ദേവിയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ നിയോഗിച്ചു. EW ഫ്രിച്ച്ലിയെ ഒരു കൺസൾട്ടിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്തു. അതേസമയം രാജകുടുംബം അടുത്തുള്ള ജഗൻമോഹൻ കൊട്ടാരത്തിൽ താമസിച്ചു. മൈസൂർ കൊട്ടാര ഡിവിഷനിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു. ഡൽഹി, മദ്രാസ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലുള്ള സന്ദർശന വേളയിൽ അദ്ദേഹം വിപുലമായ വാസ്തുവിദ്യ പഠനങ്ങൾ നടത്തി. പുതിയ കൊട്ടാരം ആസൂത്രണം ചെയ്യാൻ ഇവ ഉപയോഗിച്ചു. നിർമ്മാണ ചെലവ് 41,47,913 രൂപയായി നിശ്ചയിച്ചു. 1912 കൊട്ടാരം പൂർത്തിയായി. 1930 മഹാരാജ ജയചാമ രാജേന്ദ്ര വാഡിയാറുടെ ഭരണകാലത്ത് കൊട്ടാരം കൂടുതൽ വികസിപ്പിച്ചു. ആധുനിക യോഗയെ വ്യായാമമായി ഉപയോഗിച്ചതിൻ്റെ ഉപജ്ഞാതാവായ കൃഷ്ണമാചാര്യ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മൈസൂർ രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം കൊട്ടാരത്തിൽ യോഗ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ യഥാക്രമം അയ്യങ്കാർ യോഗയുടെയും അഷ്ടാംഗ യോഗയുടെയും സ്ഥാപകരായ BKS അയ്യങ്കാറും K പട്ടാഭി ജോയിസും ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ പുസ്തകമായ ശ്രീ തത്വധ്വനിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന 112 യോഗാസനങ്ങൾ ഒരു മുൻ രാജാവ് ഉപയോഗിച്ചിരുന്നു. ഇത് കൃഷ്ണമാചാര്യ സ്വാധീനിച്ചായിരിക്കാം. ഇംഗ്ലീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിൻ രൂപകൽപ്പന ചെയ്ത ഈ ശൈലി ഇന്തോ സാർസനിക് വാസ്തുവിദ്യയുടേതാണ്. ഇസ്ലാമിക്, രജപുത്ര, ഗോത്തിക് വാസ്തുവിദ്യ ശൈലികളുടെ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് 3 നിലകളുള്ള ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് ഘടനയാണ്. ഏകദേശം 75 മീറ്റർ നീളവും ഏകദേശം 48 മീറ്റർ വീതി. ഓരോ കാർഡിനൽ പോയിന്റിലും 5 നില ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ഗോപുരങ്ങളുണ്ട്. മുകളിൽ പിങ്ക് താഴികക്കടങ്ങളുണ്ട്. ഏറ്റവും ഉയരമുള്ള ഗോപുരം 44 മീറ്റർ ഉയരമുള്ളത് കൊട്ടാരത്തിൻ്റെ മധ്യഭാഗത്താണ്. സ്വർണം പൂശിയ ഒരു താഴികക്കുടം അതിൻ്റെ മുകളിലുണ്ട്. മുൻവശത്ത് കമാനങ്ങൾ, മേലാപ്പുകൾ, ഉൾക്കടൽ ജനാലകൾ എന്നിവയുമുണ്ട്. മുൻവശത്തിൻ്റെ കേന്ദ്രീകൃത കമാനവുമായി ബന്ധിപ്പിക്കുന്ന 7 കമാനങ്ങൾ, 2 ചെറിയ കമാനങ്ങളുമുണ്ട്. മധ്യ കമാനത്തിൻ്റെ മുകളിൽ ഗജലക്ഷ്മിയുടെ ഒരു ശില്പമുണ്ട്. കൊട്ടാരം പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇതിന് 4 പ്രവേശന കവാടങ്ങളുണ്ട്. കിഴക്ക് ജയമാർത്താണ്ഡ, വടക്ക് ജയരാമൻ, തെക്ക് ബലരാമൻ, പടിഞ്ഞാറ് വരാഹം. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. ഇവിടുത്തെ കുക്കായിരുന്ന കാകസുര മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത്. ഇന്ന് മൈസൂർ കൊട്ടാരം കർണാടക സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. മൈസൂർ മഹാരാജാക്കന്മാരുടെ രാജകീയ ഇരിപ്പിടമെന്ന പദവി ഇപ്പോഴും നിലനിർത്തുന്നു. ഈ മഹത്തായ കെട്ടിടത്തിൽ വോഡയാറുകളുടെ വിവിധ വിലപ്പെട്ട സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നു. അതിൽ സുവനീറുകൾ, ആഭരണങ്ങൾ, രാജകീയ വസ്ത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്നു. കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ടെങ്കിലും പഴയ രാജകുടുംബം അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും താമസിക്കുന്നു. റെസിഡൻഷ്യൽ മ്യൂസിയം എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിയവും മുകളിലുള്ള സമുച്ചയത്തിനുള്ളിലുണ്ട്. ഈ താമസ സ്ഥലങ്ങളിൽ ചിലത് ഇതിൽ ഉൾപ്പെടുന്നു. മൈസൂരിൽ സന്ദർശിക്കേണ്ട ഏറ്റവും മികച്ച ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നായി കൊട്ടാരം കണക്കാക്കപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. മൈസൂർ കൊട്ടാരത്തിലും പരിസരത്തും കാണാൻ ആകർഷകമായ നിരവധി കാര്യങ്ങളുണ്ട്.
അവ ഓരോന്നും മൈസൂർ രാജ്യത്തിൻ്റെ സമ്പത്തിനും പ്രൗഢിക്കും സാക്ഷ്യം വഹിക്കുന്നു. സ്മാരകത്തിന് സമീപം മൈസൂർ പാലസ് ഹോട്ടലുകൾക്കും നിരവധി ഓപ്ഷനുകളുണ്ട്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മൈസൂർ പാലസിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. വോഡയാർ രാജവംശത്തിൻ്റെ 600 വർഷം പഴക്കമുള്ള സാംസ്കാരിക പൈതൃകം, ചരിത്രം, പാരമ്പര്യങ്ങൾ എന്നിവ മുഴുവൻ ഷോയും ദൃശ്യപരമായി ചിത്രീകരിക്കുന്നു. മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് ആകെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചത്. ചില പ്രധാന ക്ഷേത്രങ്ങൾ ഇവയാണ്: സോമശേര ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, ശ്വേത വരാഹ സാമ്യ ക്ഷേത്രം.